വയനാട് ജില്ലയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കൈപ്പറ്റ മഹാശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിവസമായ ശിവരാത്രിയിൽ ആയിരക്കണക്കിന് നാനാജാതി മതസ്ഥർ ക്ഷേത്രം സന്ദർശിക്കാനായി എത്താറുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾക്കാണ് ദൈവമേ കൈതൊഴാൻ. വയനാട് ജില്ലയിലെ മുട്ടിൽ മേപ്പാടി പ്രദേശങ്ങൾക്കിടയിലാണ് തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം. പ്രകൃതിയോടിണങ്ങി പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിലാണ് ചുറ്റമ്പലം നിലകൊള്ളുന്നത്. ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. പതിനാറാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്ഷേത്രത്തിൽ ആരാധന നടന്നിരുന്നതായി ചരിത്രരേഖകളിലുണ്ട്. പിന്നീട് 1980-ലാണ് ക്ഷേത്രം ഇപ്പോൾ കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത്. ഈ ശിവക്ഷേത്രം ഇവിടെ സ്വയംഭൂവായിട്ട് 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണ്. നായന്മാരെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം. 1900-ഓടുകൂടി ഈ ക്ഷേത്രങ്ങൾ, ഈ സ്വത്തുക്കളും ജൈനന്മാരുടെ കയ്യിലാവുകയും പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ജൈനന്മാർ നടത്തി വരികയും ചെയ്തു. 1980-ലാണ് ഏപ്രിലാണ് ക്ഷേത്രത്തിന് നവീകരണ കലശം നടന്നത്. അതിനു മുമ്പ് ക്ഷേത്രം നശിച്ചു കിടന്ന ആ ക്ഷേത്രം പിന്നീട് ഇങ്ങോട്ട് നിത്യപൂജയും മറ്റും നടന്നു വരുന്നത്. സമീപത്തെ മണിക്കുന്നുമലയിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണു തന്റെ തൃക്കൈ നീട്ടി അനുഗ്രഹിച്ച സ്ഥലമാണ് ഇവിടം എന്നാണ് ഐതിഹ്യം. ഇതിൽ നിന്നാണ് പ്രദേശത്തിന് തൃക്കൈപ്പറ്റ എന്ന പേര് വന്നത്. കൂടാതെ ക്ഷേത്രത്തിലെ ശിവലിംഗം മനുഷ്യനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതല്ലെന്നും പ്രദേശത്ത് സ്വയം ഉയർന്നു വന്നതാണെന്നും വിശ്വാസമുണ്ട്. ഈ മഹാശിവക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ്, അത് സ്വയംഭൂവാണ്. വയനാട്ടിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കൈപ്പറ്റ മഹാശിവക്ഷേത്രം. ശിവരാത്രിയോടനുബന്ധിച്ച് 7 ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ശിവരാത്രി ദിനത്തിൽ സമീപത്തെ ഉപക്ഷേത്രങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ ക്ഷേത്രത്തിൽ നടത്തുന്ന കാഴ്ചവരവ് ഉത്സവ ദിവസത്തിലെ പ്രധാന ചടങ്ങാണ്. ഇവിടെ ഉത്സവത്തിന് നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന അതിവിപുലമായ ശിവരാത്രി ആഘോഷമാണ്. ഈ നാടിൻ്റെ തന്നെ, ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ആഘോഷമാണ് ഇവിടുത്തെ ശിവരാത്രി ഉത്സവം. ജില്ലയിലെ ഗോത്രവർഗ സമൂഹങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കൈപ്പറ്റ ശിവക്ഷേത്രം. ന്യൂസ് മലയാളം, വയനാട്.